Hi, hello, welcome back to my channel. Today is a special day for us. ഞങ്ങൾ അച്ഛനും അമ്മയായ ദിവസമാണ്. ഞങ്ങളുടെ പ്രിൻസസിൻ്റെ ബർത്ത്ഡേ ആണ്. ഇതാണ് നമ്മുടെ തക്കുവിൻ്റെ പിറന്നാൾ ഡ്രസ്സ്. തക്കു അതൊക്കെ ഇട്ട് സ്കൂളിലൊക്കെ പോയി. തക്കു ഫസ്റ്റ് ടൈമാണ് സ്കൂളിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. എപ്പോഴും ഹോളിഡേയ്സ് ആയിരിക്കും. ഈ പ്രാവശ്യം എന്തായാലും ബർത്ത്ഡേ വർക്കിംഗ് ഡേ കിട്ടി. സോ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുപോയി ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ഒക്കെ കൊടുത്തിട്ട് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു പ്രിൻസസിനെ പോലെ തക്കു അന്ന് ബർത്ത്ഡേക്ക് പോയത്. തക്കു 2018 വിഷുവിൻ്റെ അന്നാണ് ജനിക്കുന്നത്. April 15 അന്ന് വിഷു ആയിരുന്നു. വിഷു ആയതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനുമായിട്ട് കുറച്ച് ഭയങ്കര ഇഷ്ടമാണ്. കൃഷ്ണാമ്പൂറ്റി എപ്പോഴും പറയും ചേച്ചിയുടെ മോളെ കൊണ്ട് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പടമൊക്കെ വരപ്പിക്കാറുണ്ട്. അപ്പം അങ്ങനെ അമ്മ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവൾക്ക് സദ്യയൊക്കെ കൊടുത്ത് സദ്യയൊക്കെ കഴിച്ച് സുന്ദരി കുട്ടിയായിട്ട് ഞങ്ങൾ വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. ദ റോയൽ കൗണ്ട് ഡൗൺ ഈസ് ഓൺ. അവർ ലിറ്റിൽ പ്രിൻസസ് ബിഗ് ഡേ ഈസ് ജസ്റ്റ് അറൗണ്ട് ദ കോർണർ. എല്ലാവരുടെയും ബർത്ത്ഡേ ആഘോഷിക്കുന്ന പോലെ കോമൺ ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവളുടെ ബർത്ത്ഡേയും ആഘോഷിച്ചത്. ഈ ടേബിൾ സെറ്റ് ചെയ്തതും ബാക്കിലെ ഹാപ്പി ബർത്ത്ഡേയും അതിൻ്റെ ഡിസൈൻസ് ഒക്കെ സെറ്റ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ്. നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് ടേബിളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തിൽ കൂടുതലും തക്കുവിൻ്റെ ടോയ്സ് ഉണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് ലഡ്ഡും ഒക്കെ വാങ്ങി. പിന്നെ തക്കുവിൻ്റെ ഫ്ലേവറായ ചോക്ലേറ്റ് കേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെയും ഹസ്ബൻഡിൻ്റെയും എൻ്റെ അമ്മയുടെയും ഫേസൊക്കെ വളരെ ഹാപ്പിയാണ്. കാരണം ഞങ്ങളുടെ ലോകമാണ് തക്കു. അപ്പം ഞങ്ങളുടെ മോളുടെ ഒരു സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും സ്പെഷ്യലാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെയും കുട്ടൻചേട്ടൻ്റെയും കൂടെ ബർത്ത്ഡേ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തക്കു ജനിക്കുമ്പോൾ ഒബിയസ്ലി ഞങ്ങൾ അച്ഛനും അമ്മയാണ്. അച്ഛൻ അമ്മയായ ഒരു ദിവസമാണ്. അപ്പോൾ ആ ഒരു ഡേ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആനിവേഴ്സറി ആയിട്ടും ഈ ബർത്ത്ഡേ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നമ്മുടെ കൂടെ ഒരു ഫാമിലിയും കൂടെ ഉണ്ട്. അതാരാണെന്ന് ഞാനിപ്പോൾ പറയാൻ പോവാ. തക്കു ഫസ്റ്റ് ഡേ ഓഫ് ദി സ്കൂൾ തൊട്ട് ഞങ്ങൾ കേൾക്കുന്ന ഒരു പേരാണ് ആക്നെ. എന്തു പറഞ്ഞാലും ആക്നെ. സോ തക്കുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആക്നെയും ആക്നെയുടെ അച്ഛനും അമ്മയും. അവരാണ് ഞങ്ങളുടെ കൂടെ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നത്. ആക്ച്വലി ഞങ്ങൾ എപ്പോഴും 4 പേര് മാത്രമായിട്ട് ആഘോഷിക്കുന്ന ഒരു ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ആക്നയുടെ അമ്മ കോമതി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ ഇന്ന് വീട്ടിലോട്ട് മോളെ കാണാൻ വരുന്നു. ഇറ്റ് വാസ് നോട്ട് പ്രീ പ്ലാൻഡ്. പെട്ടെന്ന് എൻ്റെ സ്റ്റാറ്റസ് കണ്ടു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു. പക്ഷേ ആ ഒരു അൺഎക്സ്പെക്റ്റഡ് വിസിറ്റിനുണ്ടല്ലോ പറയാൻ പറ്റാത്ത അത്രയും ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ തക്കുവിന് ക്ഷമയില്ല. ആക്നെ കൊണ്ട് കൊടുത്ത ഗിഫ്റ്റൊക്കെ തക്കു ഓപ്പൺ ചെയ്ത് നോക്കി. വളരെ ഭംഗിയുള്ള ഒരു ബാഗ്, ഒരു ഡോള്, ഒരു പിങ്ക് കളർ ഗൗൺ, പിന്നെ ഒരു ടെഡി ബിയറും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൻ വിളിച്ചത്. കണ്ണൻ എന്ന് പറയുന്ന അനിയനാണ്. അവളെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ അവളെ വിഷ് ചെയ്യുന്ന സമയം കൊണ്ട് അവൾക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ അവനെ ഓരോന്നും എടുത്ത് കാണിക്കുന്നുണ്ട്. ആക്നെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്, പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, എല്ലാവരെയും കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ ഫോൺ മേടിച്ചിട്ട് അവനെ വീഡിയോ എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഇത് നിന്നെ ഞാൻ യൂട്യൂബിലിടും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇച്ചിരി കൂടെ ഒരുങ്ങിയിരുന്നേനെന്ന്. പിന്നെന്താ ബാക്കി വർത്തമാനം അല്ലേ. കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് ഷെയറിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെല്ലാവരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പക്ഷേ കാരണങ്ങൾ ഉണ്ടാക്കി ഓരോരോ കാരണങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗ്നയും തക്കുവും കളിക്കുവാണ്. ഞാനും ഗോമതിയും അമ്മയും കൂടെ കിച്ചണിൽ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മ അവർക്കുള്ള ചായ ഇടുന്നു. ഹസ്ബൻഡും ആഗ്നയുടെ ഫാദറും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പലയിടത്തും വെച്ചിട്ട് പല ഫങ്ഷനിലും വെച്ചിട്ട് കാണുന്നുണ്ട്. നമുക്കൊരു 3 years ആയിട്ടുള്ള പരിചയമുണ്ട്. പക്ഷേ എന്നിട്ട് ഫസ്റ്റ് ടൈമാണ് അവർ വീട്ടിലേക്ക് വരുന്നത്. അടുത്ത ബർത്ത്ഡേ വിഷ് തക്കുവിന് നാട്ടിൽ നിന്ന് വന്നത് സജു ചേട്ടൻ്റെയും പൊന്നുൻ്റെയാണ്. ചേച്ചിയില്ല, ചേച്ചി സ്കൂളിൽ ഒരു ഫംഗ്ഷന് വേണ്ടി പോയേക്കുവാണ്. അവർ രണ്ടുപേരും വിളിച്ചിട്ട് തക്കുവിന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തു പോയി. പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച തക്കുവും ആഗ്നയും കൂടെ കൈയൊക്കെ പിടിച്ചിട്ട് വളരെ സന്തോഷത്തോടെ നടന്നു പോവാണ്. ദേ ആർ ഓൺ ദെയർ വേൾഡ്. അവരെന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. ഞങ്ങളിന്ന് ഫുഡ് കഴിക്കാൻ പോയത് അലൈനിലെ അൽഫല പ്ലാസയുടെ ടോപ്പിലുള്ള സിൽവർ സാൻഡ്സ് റെസ്റ്റോറൻറ്റിലാണ് കഴിക്കാൻ പോയത്. പലപ്പോഴും എനിക്ക് അവിടുത്തെ ആംബിയൻസ് ഇഷ്ടമാവാറുണ്ട്. കാരണം മണി പ്ലാന്റ് ഒക്കെ വളർന്ന് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഭംഗിയാണ്. ഞങ്ങളകത്ത് കയറി ഞങ്ങളൊരു സീറ്റിലിരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഓരോ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഫുഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പിറന്നാൾ ദിവസമുള്ള പ്രത്യേകത എന്താ? പിറന്നാളുകാർ പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കും. നമ്മൾ വഴക്ക് പറയില്ലല്ലോ അന്നത്തെ ദിവസം അവരെ.
അങ്ങനെ ഒരു കാത്തിരിപ്പാണ് മക്കളെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട്. അങ്ങനെ കാത്തിരിപ്പിനൊക്കെ വിരാമം ഇട്ടിട്ട് നമ്മുടെ ഫുഡ് വന്നു. ഫസ്റ്റ് വന്നത് 2 സൂപ്പാണ്. ക്രീമി ചിക്കൻ സൂപ്പ് ആക്നയ്ക്കും തക്കൂനും. തക്കു ആ സൂപ്പ് കഴിച്ചില്ല. ഞാനും അമ്മയും കുട്ടൻ ചേട്ടനും കൂടെ മാറി മാറി കഴിച്ച് തീർക്കേണ്ടി വന്നു. പിന്നെ മെയിൻ ഫുഡ് വന്നു. ചിക്കൻ ലോലിപോപ്പ്, പെപ്പർ ചിക്കൻ, ബട്ടർ ചിക്കൻ, പൊറോട്ട, സ്റ്റഫ്ഡ് കുൽച്ച, ചിക്കൻ കബാബ്, ചിക്കൻ ടിക്ക, അങ്ങനെ എല്ലാ ഐറ്റംസും വന്നു. സോ ഇനിയും ആക്രമൺ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണേ. ഫുഡ് വന്നു കഴിഞ്ഞപ്പോൾ ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയുന്നില്ല സാറേ എന്നൊരു ഡയലോഗും കൂടെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതായിരുന്നു ശരിക്കും എൻ്റെ അവസ്ഥ. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് പുറത്ത് വന്നപ്പോൾ തക്കുവിനെ അവിടെ കളിക്കാനൊക്കെ വെച്ചേക്കുന്ന കളിപ്പാട്ടം കണ്ടപ്പോൾ അതിലൊക്കെ കയറണം. മിനിറ്റ് കഴിഞ്ഞാൽ കളിക്കാൻ പറ്റുന്ന ടോയുടെ പുറത്തിരുന്ന് കളിക്കണമെന്ന് പറഞ്ഞു. പിറന്നാളുകാരി ആവുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫ്രീഡം മിസ്യൂസ് ചെയ്യുമല്ലോ, അത് അങ്ങനെയാണല്ലോ എൻ്റെ കീഴ്വഴക്കങ്ങൾ. അങ്ങനെ ആക്നയും ടക്കും കൂടെ അവർ ആ റൈഡിലൊക്കെ കയറി. പിന്നെ ഈ ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ വയറ് പൊട്ടാറായിട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ക്ഷീണത്തിൻ്റെ ഒരു ചെറിയ അസ്കിത. അങ്ങനെ നമ്മൾ കളിയും വർത്തമാനമൊക്കെ കഴിഞ്ഞ് നമ്മൾ അൽഫല പ്ലാസയുടെ പുറത്തിറങ്ങി. ഇനിയും എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റ, ബൈ, ഗുഡ് നൈറ്റ്.